സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് ഗ്രാമിന് 10,000 രൂപ കടന്നു. പവനിപ്പോൾ 80,880 രൂപയിലെത്തി. അതാണ് ഇന്നത്തെ വില. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രേണുക ചേരുകയാണ്. രേണുക, ഈ സ്വർണം ഇതെങ്ങോട്ടാണ്? എന്താണ് ഇത്തരം വലിയൊരു കയറ്റത്തിന് കാരണം? തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ചത് തന്നെയാണ് ചോദ്യം. സ്വർണ്ണവില ഇപ്പോൾ എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യം ഇന്ന് സാധാരണക്കാരാകെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് വളർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ 2022 5,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ ഒരു പവന് കൊടുത്തിരുന്ന, ഒരു ഗ്രാമിന് കൊടുത്തിരുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 10,100 രൂപ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ സ്വർണ്ണവില മാറിയിരിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് പവന് 80,880 രൂപയാണ് സ്വർണ്ണവില എന്ന് പറയുന്നത്. സാധാരണക്കാരന് ഒരു പക്ഷേ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സ്വർണത്തിൻ്റെ വില ഇന്ന് കേരളത്തിനകത്ത് സംസ്ഥാനത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കടക്കം ട്രംപിൻ്റെ പ്രതികാര ചുങ്കം എന്നുള്ള വാർത്ത നമ്മളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രാജ്യാന്തര മാർക്കറ്റിൽ സ്വർണ്ണമടക്കമുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ നിക്ഷേപകർ സ്ഥിര നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് അവരുടെ നിക്ഷേപം സ്വർണത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് രാജ്യാന്തര മാർക്കറ്റിൽ രേണുക, ഈ അമേരിക്കയുടെ നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് അധിക ചുങ്കം ഏർപ്പെടുത്തിയ നടപടി അതും ഈ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട് അല്ലേ? മാത്രമല്ല, ഈ 80,880 എന്നത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഇത് ആഭരണമായി വാങ്ങാൻ പോയാൽ പണിക്കൂലി, പണിക്കുറവ് ഇതൊക്കെ പറഞ്ഞ് വീണ്ടും വില കൂടാം ഒരു പവൻ്റെ പുറത്ത്. തീർച്ചയായിട്ടും അജിംഷാദ്, അമേരിക്കയുടെ പ്രതികാര ചുങ്ക നടപടി തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണവില വർധനവിനുള്ള കാരണമെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ മുതലാളിത്ത ഭരണശക്തികൾ ഒരിക്കലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കില്ല എന്നുള്ളത്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ സ്വർണ്ണവില എന്ന് പറയുന്നത്. നമുക്കറിയാം, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ആഭരണമായി 1 പവൻ സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ 80,880 നിൽക്കില്ല സാധാരണക്കാരന് എന്നുള്ളത് നമുക്കറിയാം. ഇതൊരിക്കലും സാധാരണക്കാരന് ശരി രേണുകയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.